നമസ്തേ. ശിഷ്ടകാലം ജയിലിൽ കഴിയാം. ഇന്ന് കേരളം കണ്ടത് വെറും ഒരു രാഷ്ട്രീയ പ്രതിഷേധമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും നേരെയുള്ള വെല്ലുവിളിയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആസൂത്രിതമായി ആക്രമിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. വീണ വിജയന്റെ എക്സാലോജിക് മാസപ്പിടി കേസിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തടഞ്ഞതും ആക്രമിച്ചതും. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റു. ഔദ്യോഗിക വാഹനം തകർത്തു. 7 പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ IPC 307 ആണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആവശ്യ കമ്മിറ്റിക്കാർ ഓർക്കുക, ഇത് സന്ദേശ് ഖാലിയല്ല, കേരളമാണ്. ബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. കേസ് CBI ഏറ്റെടുത്തു. UAPA ചുമത്തി. ഇത്രയും ദിവസമായിട്ടും പ്രതി ഷാജഹാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഇന്ന് അവിടെ ഉദ്യോഗസ്ഥർ പോകുന്നത് CRPF സായുധ അകമ്പടിയോടെയാണ്. ആ വഴിയിലേക്കാണോ കേരളത്തെ കൊണ്ടുപോകുന്നത്? നിയമം വികാരം നോക്കിയല്ല. PNS നിയമപ്രകാരം വധശ്രമം തെളിഞ്ഞാൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാം. ഗൂഢാലോചന തെളിഞ്ഞാൽ UAPA ചുമത്തപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ വക്കീലിനെ കാണാൻ പോലും കോടതിയുടെ പ്രത്യേക അനുമതി വേണ്ടിവരും. വാഹനം തകർക്കുന്ന ദൃശ്യങ്ങൾ സ്റ്റാറ്റസ് ഇട്ടവർ സ്വയം കുരുക്ക് മുറുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കോടതിയിൽ നിങ്ങൾക്കെതിരായ ഡിജിറ്റൽ തെളിവുകളാണ്. ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുക, അക്രമം കാണിക്കുകയല്ല വേണ്ടത്. CMRL എക്സാലോജിക് ഇടപാടിലെ 1.72 കോടി രൂപ എന്ത് സേവനത്തിനാണ് കൈപ്പറ്റിയത് എന്നതിനാണ് ഉത്തരം പറയേണ്ടത്. തെളിവുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കുക. തെരുവിൽ കല്ലെറിയുന്നത് നിരപരാധിത്വത്തിന്റെ ലക്ഷണമേയല്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ വിജിലൻസ് പരിശോധന നടന്നപ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന് പറഞ്ഞ അതേ നാടാണിത്. ആ നിലപാട് എല്ലാവർക്കും ബാധകമാണ്. നിയമത്തിന് മീതെ ആരുമില്ല. മുഖ്യമന്ത്രിയുടെ മകളായാലും സാധാരണക്കാരനായാലും കോടതിയുടെ കാവലാളെ തൊട്ടാൽ പിന്നെ കരച്ചിലിന് കണ്ണീരുണ്ടാകില്ല. ഇന്ത്യ ഭരിക്കുന്നത് ഭരണഘടനയാണ്, ആൾക്കൂട്ടമല്ല. 2010 ഗുജറാത്തിന്റെ അതിശക്തനായ മുഖ്യമന്ത്രിയായിരിക്കെ CBIയുടെ പ്രത്യേക അന്വേഷണ സംഘം നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് തുടർച്ചയായ 10 മണിക്കൂറാണ്. 4 കൊല്ലങ്ങൾ കഴിഞ്ഞു അങ്ങേര് പ്രധാനമന്ത്രി. ഇപ്പോഴും പ്രധാനമന്ത്രി. ആഭ്യന്തരമന്ത്രി ആയിരുന്ന അമിത്ഷായെ മാസങ്ങളോളം ജയിലിലിട്ടു. ഗുജറാത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങേര് നേരെ ലാൻഡ് ചെയ്തത് UPയിൽ. പിന്നെ സംഭവിച്ചത് ചരിത്രം. അന്ന് അങ്ങേര് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. ഒരു പ്രതിഷേധവും ഉണ്ടായില്ല, ഒരു വാഹനവും തകർത്തില്ല, ഒരു കല്ലേറും ഉണ്ടായില്ല. ഗുജറാത്തിൽ ഈ വിഷയത്തിന്റെ പേരിൽ ഒരു ഇല പോലും അനങ്ങിയില്ല. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അവർ അവരുടെ ജോലി ചെയ്തിട്ട് പോവട്ടെ എന്ന് ആർജവത്തോടെ പറയാൻ പിണറായിക്കോ മരുമകനോ കഴിഞ്ഞില്ല. എന്താ കാര്യം? മടിയിൽ കനമുണ്ടാകില്ല. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാൻ പറ്റൂ. അടയ്ക്ക മരമാണെങ്കിലോ? ഇതാണെങ്കിലും ഒരു അടയ്ക്ക തോട്ടം തന്നെയാണ്. ഇനിയെങ്കിലും അണികൾക്ക് പറഞ്ഞു കൊടുക്ക്, ഇത് 21ാം നൂറ്റാണ്ടാണ്. കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരമെല്ലാം നിമിഷങ്ങൾക്കകം ലോകം മുഴുവൻ കാണും.